ഈ പ്രഭാതത്തെ എന്നെ ശ്രദ്ധിക്കുന്നവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ ഇന്നത്തെ വചനചിന്തയ്ക്കായി വിശുദ്ധ തിരുവെഴുത്തിൽ നിന്നും ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 1-ാം വാക്യം. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവും ആകുന്നു. വിശുദ്ധ ബൈബിളിൽ 365 പ്രാവശ്യം ഭയപ്പെടേണ്ട എന്നുള്ള വാക്ക് നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽ തന്നെ 8 പ്രാവശ്യം ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ 8 പ്രാവശ്യം നമുക്ക് കാണുവാൻ സാധിക്കും ഭയപ്പെടേണ്ട എന്നുള്ള വാക്ക്. ഇവിടെ ഒന്നാമത്തെ ഭാഗം നമ്മളിവിടെ ഉൽപ്പത്തി പുസ്തകം 15:1 വായിക്കുന്നത്. അത് അബ്രഹാമിനോട് ദൈവം പറഞ്ഞാണ്, നീ ഭയപ്പെടേണ്ട, നിന്റെ പരിചയമായി ഞാൻ കൂടെ ഉണ്ടാവും, നിന്റെ അതിമഹത്തായ പ്രതിഫലമായി നിന്റെ കൂടെ ഞാനുണ്ടാവും. അത് കേവലം വാക്കുകൾ മാത്രമല്ല, തൻ്റെ ജീവിതത്തിലുടനീളം അത് അങ്ങനെ തന്നെ ആയിത്തീരുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. തൻ്റെ തലമുറകളോട് ബന്ധത്തിലുള്ളതാണ് അടുത്ത 2 വാക്തത്വങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 21:17 ബേർശേബ മരുഭൂമിയിൽ വെള്ളമില്ലാതെ ഭാരപ്പെട്ട ഹാഗറിനും പൈതലിനും, അതായത് അബ്രഹാം കൊടുത്ത ഒരു തുരുത്തി വെള്ളവും അടയുമൊക്കെ തീർന്നു കഴിഞ്ഞപ്പോൾ വിശന്ന് ദാഹിച്ച് നിലവിളിച്ച ബാലൻ്റെ വിളി കേട്ട് ഇറങ്ങി വന്ന ദൈവസാന്നിധ്യം ഹാഗറിനോട് പറയുന്നതാണ്. രണ്ടാമതായി നമ്മൾ ദൈവത്തെ കാണുന്നത്, നീ ഭയപ്പെടേണ്ട അഗരെ, നിനക്കെന്ത്, നീ ഭയപ്പെടേണ്ട. ബാലൻ ഇരിക്കുന്നിടത്ത് നിന്നുള്ള അവൻ്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. 21-ാം അധ്യായം 19-ാം അധ്യായം വാക്യത്തിൽ വായിക്കുന്നു, ദൈവം അവളുടെ കണ്ണ് തുറന്നു, അവിടെ നീരുറവ കണ്ടു, ഒരു തുരുത്തി ദൈവം അവർക്ക് വേണ്ടി അവിടെ തുറക്കപ്പെടുന്നതായിട്ടും അവർ അത് പാനം ചെയ്യുന്നതായിട്ടും അങ്ങനെ അനുഗ്രഹം പ്രാപിക്കുന്നതായിട്ട് ബലപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 24-ാം വാക്യത്തിൽ ഗെരാർ ദേശത്തിലെ ഇടയന്മാർ ഇസ്ഹാക്കിൻ്റെ ഇടയന്മാരുമായിട്ട് ശണ്ട കൂടിയപ്പോൾ, കാരണം അബ്രഹാമിൻ്റെ കാലത്തുണ്ടായിരുന്ന കിണറൊക്കെ മൂടപ്പെട്ടപ്പോൾ, ശത്രുസൈന്യം മൂടപ്പെട്ടപ്പോൾ ഇസ്ഹാക്ക് അവിടെ പുതിയ കിണർ കുഴിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. കിണറും വെള്ളമൊക്കെ വന്നപ്പം അതിന് അവകാശം പറഞ്ഞ് മറ്റു പലരും വന്നു കഴിഞ്ഞപ്പോൾ ശണ്ട കൂടാതെ മാറിയ ഇസ്ഹാക്ക് വേറെ കുഴി കുഴിക്കുന്നതായിട്ടും അവിടെ ജല അംശം കണ്ടെത്തുന്നതായിട്ടും കാണുവാൻ സാധിക്കും. അവിടെ പ്രയാസപ്പെട്ടിരുന്ന ഇസ്ഹാക്കിൻ്റെ അടുത്തും ദൈവം തൻ്റെ ദൂതനെ അയച്ചിട്ട് പറയുന്നു, ഞാൻ നിൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവമാകുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നോക്കൂ, അബ്രഹാമിനെ ദൈവം വിളിച്ചു. അബ്രഹാം വിശ്വസ്തയോട് ദൈവത്തെ പിൻപറ്റി. അബ്രഹാം പൂർണ്ണമായി വിശ്വസിച്ചു, കർത്താവിൻ്റെ അതിമഹത്തായ പ്രതിഫലമായിരിക്കും. തനിക്ക് മാത്രമല്ല, തൻ്റെ തലമുറയ്ക്കും, തൻ്റെ മക്കളായിരുന്ന ഇസ്മായിലിനും വേണ്ടിയും ഇസ്ഹാക്കിന് വേണ്ടിയും ദൈവം വഴികളെ തുറന്നാണ് നമ്മൾ വായിച്ച്. ഈ 2 ഭാഗത്തും ദൈവം കടന്നു വന്ന് അവരോട് 2 പേരോടും പറയുന്നു, ഭയപ്പെടേണ്ട എന്നുള്ള വാക്ക് കാണുവാൻ സാധിക്കും. പ്രിയ ദൈവത്തിൽ പൂർണ്ണമായി ദൈവത്തെ വിശ്വസിച്ച് നീ ഇറങ്ങുകയാണെങ്കിൽ, ജീവിക്കുകയാണെങ്കിൽ, നിന്നോട് മാത്രമല്ല നിൻ്റെ തലമുറയോടും ദൈവത്തിന് പറയാനുള്ളത്, ഭയപ്പെടേണ്ട, ദൈവം നമ്മോട് കൂടെയുണ്ട്. നമുക്ക് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കുക. പരിശുദ്ധ പിതാവേ, വചനം കേൾക്കുന്ന നിൻ്റെ ജനത്തെ അങ്ങയുടെ നാമത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിപ്പാനും കർത്താവിനെ വിശ്വസിപ്പാനും കർത്താവിനെ പിൻപറ്റുവാനും ദൈവത്തിൻ്റെ കരുണ കൃപ അവരോട് കൂടിയിരിക്കാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭയപ്പെടേണ്ടെന്ന് അരുളി ചെയ്ത കർത്താവ് ഇന്ന് പകൽക്കാലം നിൻ്റെ ജനത്തിൻ്റെ ഭയത്തെ മാറ്റി ആമേൻ ധൈര്യത്തോടെ നിൽപ്പാനുള്ള കൃപ കൊടുത്താട്ടെ. മഹത്വം കർത്താവ് എടുത്താട്ടെ. പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ.